തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചില്ലേ? കേരളത്തിലെ ആരോഗ്യരംഗം, കേരളം വെന്റിലേറ്ററിലാണ്. പരിതാപകരമായ അവസ്ഥയാണ്. ഈ പ്രതിഷേധം നടത്തുന്ന യൂത്ത് കോൺഗ്രസും ആവർത്തിച്ച് കേരളത്തിന്റെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്ന് പറയുന്ന മൂത്ത കോൺഗ്രസും ശരിക്കും മലയാളികളെ വിഡ്ഢികളാക്കുകയാണ്. രാജ്യത്ത് തന്നെ ഒന്നാമത് നിൽക്കുന്ന നമ്മുടെ കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയെ ഇങ്ങനെ താറടിക്കാൻ മൂത്ത യൂത്ത് കോൺഗ്രസുകാർ ശ്രമിക്കുന്നത് ഭരിക്കുന്ന ഇടതുപക്ഷത്തോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രമല്ല. അതിനു പിന്നിൽ ഒരു നാറിയ ഭൂതകാലത്തിൻ്റെ കുറ്റബോധത്തിൻ്റെ കഥയുണ്ട്. ഇന്ന് ആരോഗ്യമേഖലയിലെ സിസ്റ്റം തകരാറിലാണെന്ന് പറയുന്ന കോൺഗ്രസ് കേരളം ഭരിച്ചപ്പോൾ ആരോഗ്യമേഖലയിൽ പേരിനു പോലും ഒരു സിസ്റ്റം ഇല്ലായിരുന്നു എന്നതാണ് സത്യം. സംശയമുള്ളവർക്ക് വേണ്ടി അന്നത്തെ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒക്കച്ചങ്ങായിമാരായ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഒന്ന് കണ്ടുനോക്കും. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ അടിയന്തര പ്രതിവിധി തേടുകയാണ് ഹൃദയ ചികിത്സാ വിഭാഗം. 4000-ഓളം ഹൃദയ രോഗികളാണ് 5 മെഡിക്കൽ കോളേജുകളിലുമായി മാസങ്ങളായി ചികിത്സയ്ക്കായി ഊഴം കാത്തിരിക്കുന്നത്. രോഗം കണ്ടെത്തി 6 മാസമെങ്കിലും കാത്തിരുന്നാലേ വിദഗ്ധ ചികിത്സ കിട്ടും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പകർച്ചവ്യാധിയുടെ ഉറവിടമാവുകയാണ്. മെഡിക്കൽ വാർഡുകൾക്ക് സമീപമാണ് പഴയ മെത്തകളും ആഹാരാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുമെല്ലാം കൂട്ടിയിടുന്നത്. സമയം രാത്രി 10:30 കഴിഞ്ഞിരിക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ രോഗികളുമായി ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ശ്വാസം മുട്ടും വയ്യായികയുമായി വന്നതാണ് ഈ അമ്മ. അമ്മയുടെ പ്രാഥമിക പരിശോധനകൾ കഴിഞ്ഞു. സ്കാൻ റിപ്പോർട്ട് വേണം. 1 മണിക്കൂറിന് ശേഷവും സ്കാൻ ചെയ്യാനാവാത്ത കുറിപ്പുമായി കൂട്ടിരിപ്പുകാരനെ ഞങ്ങൾ കണ്ടു. ഇങ്ങനെ 4000-ലേറെ ഹൃദ്രോഗികൾ ശസ്ത്രക്രിയ കാത്തുകിടന്ന ആ UDF കാലത്ത് നിന്നാണ് നമ്മൾ എല്ലാ ജില്ലകളിലും ഹൃദ്രോഗ ചികിത്സയ്ക്കായുള്ള കാത്ത് ലാബുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി മാറിയിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ പ്രധാന സർക്കാർ മെഡിക്കൽ കോളേജുകളിലും കാത്ത് ലാബുകൾ സ്ഥാപിച്ച ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. ഇതിനു പുറമെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള 12 ആശുപത്രികളിൽ കാത്ത് ലാബുകൾ സജ്ജമാക്കിയത്. കാത്ത് ലാബുകൾ ഇല്ലാതിരുന്ന കാസർഗോഡ് 2023-ലും വയനാട് 2024-ലുമാണ് ഏറ്റവും അവസാനം കാത്ത് ലാബുകൾ ഇടതുപക്ഷ സർക്കാർ സ്ഥാപിച്ചത്. കേരളം പലപ്പോഴായി ഭരിച്ച UDF സർക്കാരുകൾ ഒരു കാത്ത് ലാബ് പോലും സംസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. സ്വന്തം കഴിവുകേടുകളും നാറിയ ഭരണചരിത്രവും മലയാളികൾ ഓർക്കാതിരിക്കാനാണ് ഇന്ന് ഒരു ചെറിയ വീഴ്ച ആരോഗ്യമേഖലയിലെ സിസ്റ്റത്തിലുണ്ടാകുമ്പോൾ മൂത്ത കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ഇങ്ങനെ ഹാലിളകിയ കാളകളെ പോലെ പെരുമാറുന്നത്. ഇനി ഇതൊക്കെ പണ്ടല്ലേ എന്ന് പറയുന്ന കോൺഗ്രസ് അനുഭാവികൾക്കായി ഈ ദൃശ്യം സമർപ്പിക്കുന്നു. ഈ 2 കുട്ടികളെ ഒരേ ഓക്സിജൻ സിലിണ്ടറിൽ ബന്ധിപ്പിച്ച് സ്കാനിങ്ങിനായി കൊണ്ടുപോകേണ്ടി വരുന്ന ഈ സംഭവം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ നിന്നും പുറത്തു വന്നതാണ്. തെലങ്കാനയിലെ സർക്കാർ നിയന്ത്രിത MGM ആശുപത്രിയിലെ അവസ്ഥയാണിത്. ഈ കോൺഗ്രസ് തെലങ്കാനയിലെ ആരോഗ്യ മേഖലയെ ഈ ഗതികെട്ട അവസ്ഥയിൽ ഭരിച്ചെത്തിച്ച കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഇപ്പോൾ നടത്തുന്നത് വെറും നാടകമാണ്. സ്വന്തം കഴിവുകേടും നാറിയ ഭൂതകാലവും മറച്ചു പിടിക്കാനുള്ള ഒരു പാശ്രമം. ഇനി അറിയേണ്ടത് ഒന്നു മാത്രം: കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പിടിമുറുക്കുന്ന അമേരിക്കൻ കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്നും ഈ നാറിയ പണിക്കായി പ്രതിപക്ഷവും മാധ്യമങ്ങളും എത്ര വാങ്ങി?